കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. മീനാക്ഷിയെ സന്തോഷിപ്പിക്കാനായിട്ട് ബാലൻ സ്വീറ്റ്സും പെന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുവാണ്. പിന്നീട് മീനാക്ഷിയോട് സംസാരിക്കുന്ന ഇടയിലാണ് ആ കാര്യം പറയണേ. അല്ല, ആ ഒരു പേപ്പർ കിട്ടിയില്ലെന്നോർത്ത് വേറെ കുഴപ്പമൊന്നും സംഭവിക്കാൻ പോകുന്നില്ലോന്ന്. അപ്പോഴാണ് മീനാക്ഷി ആ സത്യം പറയണേ. അച്ഛാ, ആ പേപ്പർ കിട്ടിയില്ലെങ്കിൽ എന്റെ ജോലിയെ ബാധിക്കും, എനിക്ക് സസ്പെൻഷൻ വരെ കിട്ടൂന്ന്. ഇത് കേട്ടതും ബാലൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ബാലൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു പക്ഷേങ്കില് കുഴപ്പമൊന്നും ഇല്ലായിരിക്കും, ഒരു പേപ്പറല്ലേ, മുഖ്യമന്ത്രി സൈൻ ചെയ്ത പേപ്പറല്ലേ. ബാലൻ പറഞ്ഞു, അതെങ്ങനെയാ മോളെ അങ്ങനെ സംഭവിക്കണം എന്നൊക്കെ ചോദിക്കണം. ഭയങ്കര തന്ത്രപരമായിട്ടാണ് ചോദിക്കുന്നത്. തനിക്ക് ശ്രീദേവിക്ക് ഇതിനകത്ത് പങ്കുണ്ടെന്ന് ഒരു കാരണവശാലും അറിയാൻ പാടില്ല. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി, വലിയ ഭൂകമ്പം ഉണ്ടാകാനായിട്ട്. മിക്കവാറും ശ്രീദേവി കൊണ്ട കളഞ്ഞ പേപ്പർ തന്നെ ആയിരിക്കും അത് എന്ന് ബാലന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ആ പേപ്പർ അവിടെ പോകാനാ ഇവിടുന്ന്. പിന്നീടാണ് ആ, മീനാക്ഷി ആ കാര്യങ്ങളൊക്കെ പറയുന്നത്. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പറായിരുന്നു. ഇനിയിപ്പോൾ അതൊന്നും ചെന്ന് പറയാൻ പറ്റുന്ന കാര്യമല്ല. എനിക്ക് സസ്പെൻഷൻ ഉറപ്പാ, ഞാൻ വീട്ടിലിരിക്കും, എനിക്ക് ശിക്ഷയെ കിട്ടാൻ പോണേന്ന് ബാലൻ ആകപ്പാടെ സമുദ്രറ്റുന്ന പോലെ തോന്നി. പിന്നീട് ബാലൻ നേരെ പോവാണ്, മുറിയിലേക്ക് നേരെ പോവാണ്. ഈ സമയത്ത് ആകാശ് പറഞ്ഞു, അച്ഛനിത് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ഒരുപക്ഷെ ആ പേപ്പർ കാണാതെ പോയതുകൊണ്ട് നിന്റെ മനസ്സിന് നല്ല വിഷമമായതുകൊണ്ടായിരിക്കും ചിലപ്പം അച്ഛനിങ്ങനെ സീഡ്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നേന്ന് പറയണം. പിന്നീട് മീനാക്ഷി ആകാശനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുക. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ആകാശെ, ആകെപ്പാടെ വിഷമത്തിലാ. ഇനിയിപ്പോൾ ആ പേപ്പർ കണ്ടില്ലെങ്കിൽ എൻ്റെ ജോലിയെ ബാധിക്കും. ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വാങ്ങിച്ച ജോലിയാ. പക്ഷെ ആ പേപ്പർ മാത്രമായിട്ട് അത് എങ്ങനെ പോയെന്ന് അറിയില്ല എന്ന് പറയണം. ആകാശ് പറഞ്ഞു, ഇനി മനഃപൂർവ്വം ആരെങ്കിലും എടുത്തു മാറ്റിയതാണോ, അതൊന്നും എനിക്കറിയില്ല എന്ന് പറയാം. ഞാൻ ഈ വീട് മൊത്തം അരിച്ചു പെറുക്കി, പക്ഷെ ഒരിടത്തും കിട്ടിയില്ല എന്ന് പറയണം. സാരമില്ല, നീ ധൈര്യമായിട്ടിരിക്കുക, അതെങ്ങോട്ട് പോകാനാ, നിന്റെ കൈകളിൽ തന്നെ കിട്ടും, നിന്റെ ജോലിക്കൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആകാശിനും അറിയില്ല ആ പേപ്പർ എവിടെ നിന്ന് കിട്ടുമെന്നുള്ള കാര്യമൊന്നും. കാരണം കിട്ടാനാണെങ്കിൽ പണ്ടേ അത് വീട്ടിൽ നിന്ന് കിട്ടുകയും ചെയ്യുമായിരുന്നല്ലോ. പിന്നീട് മീനാക്ഷി മിത്രയുടെ മുറിയിലേക്ക് ചെല്ലുവാണ്. ആ സമയം മിത്ര ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മിത്രയ്ക്കും ഭയങ്കര ടെൻഷനായിരുന്നു മീനാക്ഷിയുടെ കാര്യം ഓർത്തിട്ട്. പിന്നീട് മിത്ര മീനാക്ഷിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. സാരമില്ല, പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്താണ് മീനാക്ഷി ആ കാര്യമൊക്കെ പറയണേ. അച്ഛൻ പതിയിലും വിപരീതമായിട്ട് എനിക്ക് സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് കേട്ടോ മിത്ര ചോദിച്ചു, അതെന്ത് പറ്റി, എന്താണെന്നും അറിയത്തില്ല, ഒരു പക്ഷെ എനിക്ക് സങ്കടമായെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്, എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് പറയാം. മിത്ര പറഞ്ഞു, ചിലപ്പോൾ അതായിരിക്കും അങ്കിൾ, അതുകൊണ്ടായിരിക്കും അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്, അല്ലാതെ വാങ്ങിച്ചുകൊണ്ട് വരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയാം. പക്ഷെ അവർക്ക് അപ്പോഴും ഒരു സംശയം തോന്നിയില്ല. കാരണം ബാലന് ശ്രീദേവിയും കൂടി ചേർന്നിട്ടാണ് ഈ ചതി ചെയ്തിരിക്കുന്നുള്ള കാര്യമൊന്നും. പിന്നീട് മിത്രോട് നാളെ ചെന്ന് വീണാമാടത്തിനോട് കാര്യങ്ങളൊക്കെ പറ, അപ്പോഴറിയാലോ. ഒരു പക്ഷേങ്കിൽ ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും, നമുക്ക് അപ്പം നോക്കാം, സസ്പെൻഷൻ ഒന്നും കിട്ടാൻ പോകുന്നില്ല. മീനാക്ഷി അടുത്ത് ധൈര്യമായിട്ട് ഇരിക്കാനൊക്കെ പറയാണ്. പിന്നീട് ആകാശ് വൈകുന്നേരം വീട്ടിലേക്ക് വരുക. ആകാശ് വരുന്ന സമയത്ത് ശ്രീദേവി മുറിക്കകത്ത് കയറിയിരിക്കുക. മുറിക്കകത്തുനിന്ന് പുറത്തിറങ്ങാൻ പോലും തോന്നില്ല. ഫുഡ് കഴിക്കാനൊക്കെ ചെന്നെങ്കിലും ഫുഡ് കഴിച്ചെന്നൊക്കെ വരുത്തി ശ്രീദേവി എഴുന്നേറ്റ് പോവുക ചെയ്തേ. താൻ കാരണം ഇനി ഒരു കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ എപ്പോൾ പടിയടിച്ച് പിണ്ടം വെച്ചെന്ന് ചോദിച്ചാൽ മതി, മിക്കവാറും തന്നെ വീട്ടിൽ നിന്ന് തന്നെ പുറത്താകാനുള്ള ചാൻസ് ഉണ്ട്. മീനാക്ഷിയുടെ ജോലിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഈ കുറച്ച് ദിവസം ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കുവാണെങ്കിൽ അതൊരു നല്ല കാര്യമായിരിക്കും എന്നൊക്കെ ശ്രീദേവിയുടെ മനസ്സിലേക്ക് വരണം. അമ്മ പറഞ്ഞ പോലെ ഒരു ടൂർ അങ്ങ് പ്ലാൻ ചെയ്താലോ, എങ്ങനെ ആനന്ദേണ്ണനെ കൂട്ടിക്കൊണ്ട് കുറച്ച് ദിവസം ഒന്ന് മാറി നിൽക്കണം, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ആർത്തണുത്തിട്ട് വന്നാൽ മതി എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ശ്രീദേവി മുറിയിൽ പോയിരിക്കുന്ന സമയത്താണ് ആനന്ദ് അങ്ങോട്ടേക്ക് വരുന്നത്. ആനന്ദ് വന്നിട്ട്, അല്ല നീ ഇതെന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, ഫുഡ് കഴിക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചു, കാര്യമായിട്ടൊന്നും കഴിച്ചൊന്നും ഇല്ലല്ലോ ദേവി എന്ന് പറയണം. ഒന്നുമില്ല ആനന്ദേട്ടാ, അല്ല കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട്, എന്താണെങ്കിലും എന്നോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊക്കെ ആനന്ദ് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല ആനന്ദേട്ടാ, പിന്നെന്താ കാര്യം, അത് പിന്നെ ഞാന് ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു, നമുക്ക് ഒന്ന് പുറത്തു പോയാലോന്ന്. പുറത്തു പോകാനോ, എങ്ങോട്ട്, അല്ല പുറത്തു പോകാൻ ഞാൻ ഉദ്ദേശിച്ചതല്ല, കുറച്ച് ദിവസം ഇവിടെ നിന്ന് മാറി നിന്നാലൊന്ന്. മാറി നിൽക്കാനോ, അതിന്റെ ഇപ്പൊ അങ്ങനെ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് എങ്ങോട്ടും പോയിട്ടില്ലോ ആനന്ദേട്ടാ, അതുകൊണ്ടാന്ന് പറയണ. ഇത് കേട്ടതും ആനന്ദ് പറഞ്ഞു, അല്ല അങ്ങനെയൊക്കെ പോണെങ്കിൽ അച്ഛന്റെ അനുമതി വേണ്ടേ, അച്ഛന്റെ അനുമതി ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റില്ലോ എന്ന് പറയണ. അച്ഛനോട് എങ്ങനെയും ചോദിച്ചൊന്ന് സമ്മതിപ്പിക്കുക, അല്ല എന്തിനു വേദന അച്ഛന്റെ അനുമതി മേടിക്കേണ്ട കാര്യമുണ്ടോന്ന് ചോദിക്കുക. ഇത് കേട്ടതും ആനന്ദ് പറഞ്ഞു, നിനക്കറിയാലോ അച്ഛനോട് പറയാൻ ഞങ്ങൾ ഇതിലായിട്ട് ഒന്നും ചെയ്തിട്ടില്ല, ആകെപ്പാടെ ആര്യം മാത്രമാണ് അവന്റെ ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാനാണെങ്കിലും ശരി, ആകാശാണെങ്കിലും ശരി, അച്ഛൻ പറയാതൊന്നും ചെയ്യാറില്ല. ആകാശിന്റെ കല്യാണം കഴിഞ്ഞ് അവര് ഹണിമൂൺ ട്രിപ്പ് പോയ സമയത്ത് ഈ കുടുംബം അടച്ച് എല്ലാവരും കൂടെ പോയിട്ടുണ്ടായിരുന്നു. ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവിക്ക് ആ പാട്ട് ടെൻഷനായി. അതെങ്ങനെ ശരിയാ ആനന്ദേട്ടാ, നമ്മൾ രണ്ടുപേരും കൂടെ തന്നെയല്ലേ പോണ്ടേ, നമ്മൾ രണ്ടുപേരും തമ്മിൽ എൻജോയ് ചെയ്യാൻ പോകുന്നല്ലേ, ആ സമയത്ത് വേറെ ആൾക്കാർ വരേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഈ സമയത്ത് ആനന്ദ് പറഞ്ഞു, നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാന്നേ ഉള്ളൂ എന്ന് പറയണ. പിന്നീടാണ് ആനന്ദ് ആ കാര്യം പറയണേ, മീനാക്ഷിയുടെ കയ്യിൽ നിന്ന് ആ പേപ്പർ നഷ്ടപ്പെട്ടതിനെ കുറിച്ച്. അല്ല
നിനക്കൊന്ന് ഇന്ന് മീനാക്ഷി ഒന്ന് സമാധാനിപ്പിക്കാൻ മേലായിരുന്നൊക്കെ ശ്രീദേവിയോട് ചോദിക്കുക. ശ്രീദേവി പറഞ്ഞു, ഞാൻ കുറച്ച് സമാധാനിപ്പിച്ചായിരുന്നു, എന്ത് ചെയ്യാൻ പറ്റും ആനന്ദേട്ടാ. അത് മീനാക്ഷിയുടെ കയ്യിലിരിപ്പുണ്ടല്ലേ, മീനാക്ഷിയുടെ ഉത്തരവാദിത്തക്കുറവ് മൂലമല്ലേ, മീനാക്ഷിക്ക് അതൊക്കെ സൂക്ഷിച്ചു വെക്കേണ്ട കാര്യമല്ലായിരുന്നോ, അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ ജോലിയെ ബാധിക്കുമെന്ന് പറഞ്ഞ് കിടന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ പറയണം. ആനന്ദിന് പക്ഷെ അതൊന്നും കേട്ട് പ്രത്യേകിച്ചൊന്നും തോന്നിയൊന്നുമില്ല. കാരണം സ്വാഭാവികമായിട്ട് ശ്രീദേവി പറയണു. പക്ഷെ ശ്രീദേവിയാണ് ഇതിന്റെ പിന്നിൽ ചരട് വലിച്ചിരിക്കുന്ന കാര്യം ആനന്ദിന് ചെറിയ സംശയം പോലും തോന്നിയില്ല. ഇത് പറഞ്ഞിട്ട് ശ്രീദേവി ഇടയ്ക്കിടയ്ക്ക് ആനന്ദിന്റെ മുഖത്തേക്ക് പാളി നോക്കുന്നുണ്ട്. ആനന്ദേട്ടന് എന്തെങ്കിലും സംശയം ഉണ്ടോന്ന്. കുഴപ്പമൊന്നുമില്ല, സംശയവും തന്റെ മേലില്ലാന്നാ തോന്നേ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്ത് കിടക്കണം, അല്ലെങ്കിൽ തന്റെ കള്ളത്തരം എല്ലാം പിടികൂടും. പിന്നീട് ശ്രീദേവി പറഞ്ഞു, അതെ എനിക്കിപ്പോഴാണ് ആകെപ്പാട് ടെൻഷനാ ഈ മീനാക്ഷി കാര്യം എല്ലാം കൂടെ ഓർത്തിട്ട്. അതാ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് മാറി നിൽക്കാന്ന്. പോകുവാണെങ്കിൽ നാളെ തന്നെ പോണെന്ന് പറയാം. നാളെ തന്നെയാ? അതെ, അച്ഛനോട് എങ്ങനെയും പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ ആനന്ദിനെ ചട്ടം കിട്ടുവാണ് ശ്രീദേവി. ആനന്ദിനാണ് ടെൻഷനാണ്. ഈ സമയത്ത് ഇവിടുന്ന് മാറി നിൽക്കുന്നത് ശരിയാണോ? അത് മാത്രമല്ല മീനാക്ഷി ആണെങ്കിൽ ജോലി പോവോ ഇല്ലയോ എന്നുള്ള ടെൻഷനിലാണ്. കാരണം അതിനെക്കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ വൈകുന്നേരം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നീട് ബാലൻ മുറിയിലേക്ക് എന്നിട്ട് ബാലിനും ഭയങ്കര ടെൻഷനാ. ബാലിനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഗോമതി വന്നിട്ട് ബാലനോട് മീനാക്ഷിയെ കുറിച്ചൊക്കെ പറയണം. പാവം മീനു ആകെപ്പാട് ടെൻഷനാ. ബാലേട്ടാ വലിയൊരു പേപ്പറാ കാണാതെ പോയിരിക്കുന്നേ, ജോലിയെ പോകുമെന്ന് ഓർക്ക് ടെൻഷനാ. ഇത് കേട്ട ബാലൻ പറഞ്ഞു, ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അല്ല ബാലേട്ടാ, ഇവിടെ എല്ലാം വീടെല്ലാം അരിച്ചു തപ്പി, ഇനിയിപ്പോ ഒരിടത്തൊന്നും കിട്ടാനില്ല. ഇനിയിപ്പം ജോലി സ്ഥലത്താണോ പോയത്, ഇവിടെയാണെന്നും അറിയില്ല എന്ന് പറയണം. എന്താണെങ്കിലും ആരെടുത്തോണ്ട് പോയാലും അവരൊരിക്കലും ഗതി പിടിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ഗോമതി പിരാക്കും നേർച്ചയൊക്കെ നേരുവാണ്. ബാലിന് ചങ്കിനകത്ത് ഇടിപ്പാ. എന്റെ ഭഗവാനെ, ഈ നേർച്ചയെല്ലാം തന്റെ തലയ്ക്കലേക്കാണല്ലോ വരുന്നതെന്നൊരു ചിന്ത ബാലിന്റെ നെഞ്ചിലും പതിക്കുന്നുണ്ട്. താനും കൂടെ അതിന് ഉത്തരവാദിയാണല്ലോ. ആ പേപ്പർ ശ്രീദേവി എടുത്തു കളഞ്ഞു, അതിൽ ഇതുവരെയായിട്ടും കിട്ടിയിട്ടും കൂടെ ഇല്ല. എങ്ങാനും അവളുടെ ജോലിയെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ തനിക്ക് പിന്നെ ഒരു സമാധാനം ഉണ്ടാകത്തില്ല എന്നൊരു ചിന്ത ബാലന്റെ മനസ്സിലേക്കും വരുവാണ്. അങ്ങനെ രാത്രി കിടന്നിട്ട് ബാലിന് ഒരുപോലെ കണ്ണ് ഉറങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. കണ്ണടച്ച് കഴിയുമ്പോഴത്തേനും ആ പേപ്പറും മീനാക്ഷിയുടെ മുഖമാണ്. മീനാക്ഷിയുടെ ജോലി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ സഹിക്കും എന്നൊരു ചിന്തയായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം മീനാക്ഷിക്ക് ജോലിക്ക് പോകാൻ ഭയങ്കര മടിയാ. എങ്ങനെ ചെല്ലും? വീണാമാടത്തിന് മുന്നിലേക്ക് ആ പേപ്പറില്ലാതെ ചെല്ലാൻ പറ്റില്ലല്ലോ. ചെന്നിട്ടുണ്ടെങ്കിൽ ആ പാടെ പ്രശ്നമാവും. പിന്നീട് മിത്ര ആകാശമൊക്കെ മീനാക്ഷിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ചെന്ന് വീണാമാടത്തിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റും. ഒരുപക്ഷെ ഇനിയിപ്പോൾ ആ പേപ്പർ കാണാതെ പോയെന്ന് പറഞ്ഞുകൊണ്ട് സസ്പെൻഷൻ കിട്ടുവാണോ വാങ്ങാതിരിക്കാൻ പറ്റില്ലോ. കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആയുള്ള പേപ്പറല്ലേ. അങ്ങനെ മീനാക്ഷിയെ സമാധാനിപ്പിച്ച് അവർ വിടുവാണ്. പിന്നീട് മിത്ര മുറിയിലേക്ക് വന്ന് ആരിനോട് പറഞ്ഞ് അതിനെക്കുറിച്ച് പറഞ്ഞ് വിഷമിക്കുന്നുണ്ട്. പാവം മീനാക്ഷി അടുത്തി ആകെപ്പാടെ വിഷമത്തിലാണ് പോയിരിക്കുന്നത്. ആ പേപ്പർ ആരെടുത്തോണ്ട് പോയി എങ്ങനെ പോയെന്നും അറിയത്തില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ആര്യം പറഞ്ഞു, ആരും എടുക്കാതെ ആ പേപ്പർ പോകത്തില്ലോ, ആരെങ്കിലും മനഃപൂർവ്വം എടുത്ത് മാറ്റിയതാണോ മീനാക്ഷി അടുത്തേക്ക് പണി കൊടുക്കാനായിട്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതും അറിയത്തില്ല ആര്യ. പക്ഷെ എങ്കിൽ അങ്ങനെ ആരെങ്കിലും ഈ വീട്ടിൽ അങ്ങനെ ചെയ്യുവോ? നമ്മളാരും അങ്ങനെ ചെയ്യത്തില്ലോ. പിന്നെ ശ്രീദേവി അടുത്താണെങ്കിലും ബാക്കിയാണെങ്കിലും അങ്ങനെ ചെയ്യുമെന്ന് തോന്നില്ല. കാരണം പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ശ്രീദേവി അടുത്ത് പറഞ്ഞു നിർത്തോണ്ട് അങ്ങനെയൊക്കെ ചെയ്യുവോ? അതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയണം. ആര്യം പറഞ്ഞു, ആരും കണ്ണടച്ച് വിശ്വസിക്കണ്ട, പറയാൻ പറ്റില്ല, എന്തായതാന്നൊക്കെ പറയാൻ പറ്റില്ലെന്ന് പറയണം. അങ്ങനെ മീനാക്ഷി ജോലിക്ക് പോവാണ്. ഈ സമയത്ത് ബാലൻ കടയിലേക്ക് പോയി. ബാലൻ കടയിൽ ചെന്നാലും ബാലന്റെ നെഞ്ചു വിങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ മീനാക്ഷിയെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു മനസ്സറിയെ. ഇന്ന് ജോലിക്ക് പോയിട്ട് അവിടെ ചെല്ലുമ്പോൾ എന്തായിരിക്കും പറയണേ? പല സസ്പെൻഷനും കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ ഒരു ഉത്സാഹമില്ലാതെ ബാലൻ കടയിരിക്കുന്ന സമയത്ത് ധർമ്മനും രാമേട്ടനും പരസ്പരം നോക്കി. ഇതെന്തു പറ്റി? സാധാരണ ഇങ്ങനെയൊന്നുമല്ല, കടയിലേക്ക് വന്നിട്ടുണ്ട്, അത് ചെയ്യടാ ഇത് ചെയ്യടാ അങ്ങനെയാടാ ഇങ്ങനെയാടാ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും പേടിപ്പിക്കുന്ന. പക്ഷെ ബാലൻ അനങ്ങി പോലുമില്ല. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. പിന്നീട് രാമേടൻ ചെന്ന് ബാലനോട് കാര്യം തിരക്കുന്നുണ്ട്. നിനക്കിത് എന്ത് പറ്റി ബാല? നീ ഇതെന്താ ഇങ്ങനെ ഇരിക്കണേ? എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ, എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ, എന്താന്നൊക്കെ ചോദിക്കുകയാണ്. ഒന്നുമില്ല എന്നൊക്കെ പറയാണ്. ധർമ്മൻ രാമേട്ടനോട് പറഞ്ഞു, എന്തോ കാര്യമുണ്ട് രാമേട്ട, അല്ലെങ്കിൽ ഒരു കാരണവശാൽ അളിയൻ ഇങ്ങനെയൊന്നും ഇരിക്കില്ല എന്ന് പറയണം. ഞാൻ ഇച്ചിരിയും പതുക്കെ നൈസായിട്ട് ചോദിച്ചു നോക്കാം, കാര്യം എന്താണെന്ന് അറിയാം എന്നൊക്കെ പറയണം. ആ സമയം മീനാക്ഷി ഓഫീസിൽ ചെന്നപ്പോ വീണാമാടി ഓടി വന്നിട്ട് ചോദിച്ചു, അല്ല റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയോ? ഇപ്പൊ തന്നെ ഡയറക്ടറേറ്റിലേക്ക് അയക്കേണ്ടെന്നൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ മീനാക്ഷി പിന്നെ സത്യാവസ്ഥ പറയണം. ആ പേപ്പർ കിട്ടിയില്ല, എവിടെ പോയെന്ന് അറിയില്ല എന്ന് പറയണം. ഇത് കേട്ടതും വീണാമ്പാടം ചോദിച്ചു, മീനാക്ഷി എന്താ പറയണമെന്ന് ചോദിക്കും. അതെ മാഡം, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയണം. വീട് മൊത്തം അരിച്ചു പറിക്കുന്നു പറയാം. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പം മീനാക്ഷി വന്ന് ബസ് സ്റ്റോപ്പിൽ അവിടെ എവിടെയെങ്കിലും പോയതാണ്. അവിടെയൊന്നും പോകത്തില്ല. കാരണം ഫയല് അടച്ചു വെച്ചിരിക്കുന്ന ഫയലില്ല, അതിനകത്തുനിന്ന് എങ്ങനെ പോണത്? ഇനിയിപ്പോൾ എന്ത് ചെയ്യും മീനു എന്ന് ചോദിക്കുകയാണ്. എനിക്കറിയത്തില്ല മടന്ന് പറയണം, അല്ലെങ്കിൽ പ്രശ്നമാകുമോ എന്ന് ചോദിക്കുക. ആകെപ്പാടെ മീനാക്ഷിക്ക് ടെൻഷനാണ്. ഈ സമയത്ത് അവിടെ നിന്ന് സ്റ്റാഫ് ജേക്കബ് അത് കേൾക്കുന്നുണ്ട്. അയാൾക്ക് മനസ്സിലായി മുഖ്യമന്ത്രി സൈൻ ചെയ്ത് ആ പേപ്പർ പോയെന്നുള്ള കാര്യം. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ.
അപ്പൊ ഇത്രയും സമയം ഇത് ഇവര് മൂടി വെച്ചിരിക്കുമായിരുന്നു എന്നൊരു സത്യം അയാൾ മനസ്സിലാക്കുന്നുണ്ട്. പിന്നീട് വീണാ മാഡം പറഞ്ഞു, ആ പേപ്പർ മിസ്സായിട്ടുണ്ട് അറിയാലോ, ഇത് മുകളിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ഇനി സസ്പെൻഷനും കാര്യങ്ങളൊക്കെ കിട്ടുമോ എന്ന് പറയാണ്. അപ്പോൾ ഉറപ്പായില്ലേ എനിക്ക് സസ്പെൻഷൻ കിട്ടുമോ അല്ലേന്ന് ചോദിക്കുകയാണ്. അതെ, അതിനുള്ള ചാൻസ് കൂടുതലുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഇനിയിപ്പോൾ അധിക സമയത്ത് അറിയിക്കാതിരിക്കാൻ പറ്റില്ല, മുകളിലേക്ക് അറിയിച്ചാൽ മതിയാവുള്ളൂ എന്ന് പറയണം. ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ മീനാക്ഷിക്ക് ഭയങ്കര വിഷമായി. മീനാക്ഷി സൈഡിൽ പോയിരുന്ന് കരയുവാണ്. കരയാതെ പറ്റില്ലല്ലോ, കാരണം എപ്പോഴേ നിമിഷം സസ്പെൻഷൻ ഓർഡർ കയ്യിലേക്ക് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. വീണാമാട അറിയിക്കുന്ന നിമിഷം തന്നെ മിക്കവാറും അത് കയ്യിലേക്ക് കിട്ടുകയും ചെയ്യും. പിന്നീട് ബാലൻ കടയിൽ ആ പട വിഷമിച്ചിരുന്നിട്ട് പിന്നീട് ധർമ്മനോട് പറഞ്ഞു, അതെ നീ മീനാക്ഷിയെ ഒന്ന് വിളിച്ചു നോക്ക്, അവൾ ഓഫീസിൽ നിന്നിട്ടുണ്ടെങ്കിൽ അവളുടെ കാര്യങ്ങളൊക്കെ എന്തായെന്ന് ഒന്ന് വിളിച്ചു നോക്കാൻ പറയാണ്. അപ്പൊ ധർമ്മന് മനസ്സിലായി ആ പേപ്പർ പോയതിന്റെ വിഷമത്തിൽ അളിയനിരിക്കുന്നതെന്ന്. പിന്നീട് മീനാക്ഷിനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കിയപ്പോഴത്തേനും മീനാക്ഷി പറഞ്ഞു സസ്പെൻഷൻ കിട്ടുമെന്ന് ഉറപ്പായെന്നൊക്കെ പറയണം. ഇത് ബാലനെ അറിയിക്കുവാണ് ധർമ്മൻ. ബാലന് ആകെപ്പാട് ടെൻഷനായിപ്പോയി. ബാലൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് ബാല പറഞ്ഞു ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് അവിടുന്ന് കടയിൽ നിന്ന് ഇറങ്ങി പോവാണ്. ധർമ്മനോർത്ത് ഇത് എന്ത് പറ്റിയെന്ന്. ആകെപ്പാടെ സമനില പോലെയാണ് ബാലൻ പോകുന്നത്. ബാലൻ ചെന്ന് ശ്രീദേവിനെ കാണുവാണ്. ശ്രീദേവിനെ കണ്ടു പറഞ്ഞു, എത്രയും പെട്ടെന്ന് എവിടെയാണെങ്കിലും കുഴപ്പമില്ല, ആ പേപ്പർ തപ്പി കണ്ടുപിടിച്ചാൽ മതിയാവുള്ളൂ. ആ പേപ്പർ ഇന്ന് കൊണ്ടുവന്ന് കൊടുത്തില്ലെങ്കിൽ മീനാക്ഷിക്ക് സസ്പെൻഷൻ കിട്ടുമെന്ന് പറയാ. ഇത് കേട്ടപ്പോൾ ശ്രീദേവിക്കും ആ ടെൻഷനായിപ്പോയി. ശ്രീദേവി പറഞ്ഞു എന്ത് കാണിച്ചാലും കുഴപ്പമില്ല, നീയാണ് ആ പേപ്പർ ചുരുട്ടിക്കൂട്ടി എറിഞ്ഞ്, അപ്പൊ നീ തന്നെ കണ്ടുപിടിക്കണമെന്ന് പറയാണ്. അങ്ങനെ ബാലച്ചനും മോളും കൂടെ അവസാനം തപ്പി ഇറങ്ങുവാണിത്. മീനാക്ഷി ശ്രീദേവിനെ കുറ്റപ്പെടുത്തി കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ശ്രീദേവി പറഞ്ഞു അത് ബാലച്ചൻ പറഞ്ഞോണ്ടല്ല ഞാനത് എറിഞ്ഞെന്ന് പറയണ. അതിപ്പോ നീ അങ്ങനെ പറഞ്ഞോണ്ടല്ലേ. അങ്ങനെ ബാലച്ചനും മോളും കൂടെ അവിടെ എതിരിടുവാണ്. കാരണം ശ്രീദേവി ബാലനെ കുറ്റപ്പെടുത്തുമ്പോൾ ബാലൻ ശ്രീദേവിനെ കുറ്റപ്പെടുത്തുവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന സമയത്ത് ബാലൻ പറഞ്ഞു ഇനിയിപ്പം കുറ്റപ്പെടുത്തിക്കൊണ്ട് കിടന്നിട്ട് കാര്യമില്ല, എവിടെയാണല്ലോ ആ പേപ്പർ തപ്പി കണ്ടുപിടിച്ചാൽ മതിയാവുള്ളൂ. ഒരു പക്ഷേങ്കിൽ മീനാക്ഷിയുടെ ജോലി പോകുമെന്ന് പറഞ്ഞാൽ പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന് പോലും പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറയണം. അങ്ങനെ സമനില പോലെ രണ്ടുപേരും കൂടെ അവിടെ കിടന്ന് തപ്പുവാണ്. ഈ സമയം ഗോമതി അങ്ങോട്ടേക്ക് വന്നു. ഗോമതി നോക്കിക്കഴിയുമ്പോഴത്തേനും രണ്ടുപേരും അവിടെ കിടന്ന് അരിച്ചു തപ്പുന്നുണ്ട്. ഗോമതിക്ക് ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. ഗോമതിക്ക് മനസ്സിലായി ആ പേപ്പർ പോയാൽ ഇവർക്ക് എന്തോ ഒരു പങ്കുണ്ടെന്ന്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ഇതിന്റെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം. ഇനിയിപ്പം ബാലന്റെ ഉള്ളിൽ നിന്ന് ആ രഹസ്യങ്ങളൊക്കെ ഗോമതി പുറത്തെടുക്കും. ബാലന് ശ്രീദേവി ആ ചതി ഏതെന്ന് മനസ്സിലാവുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഗോമതി വെറുതെ ഇരിക്കില്ല, രണ്ടിനം പഞ്ഞിക്കിടും. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.